സ്പിറ്റി വാലിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് സ്പിറ്റി വാലി. ഇവിടത്തെ ലാങ്സ എന്ന കുഞ്ഞു ഗ്രാമമാണ് ഇത്. ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരനെ പോലെ താഴ്വരയെ നോക്കിയിരിക്കുന്ന 1000 വർഷത്തിലേറെ പഴക്കമുള്ള ബുദ്ധപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ആശീർവദിച്ചുകൊണ്ട് ധ്യാനിച്ചിരിക്കുകയാണ് എന്നേ തോന്നുകയുള്ളൂ. ലാങ്സയുൾപ്പെടെയുള്ള ഈ സ്പിറ്റി താഴ്വരയെ ഇന്ത്യയുടെ കോൾഡ് ഡെസേർട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ മഴ വളരെ കുറവാണ്. ഹിമാലയത്തിന്റെ റെയിൻ ഷാഡോ മേഖലയായതിനാൽ മഴമേഘങ്ങൾ ഇവിടെ എത്താറില്ല. പക്ഷേ വർഷത്തിന്റെ ഭൂരിഭാഗവും ഇവിടെ അതിശൈത്യമാണ്. -28 വരെയൊക്കെ താപനില താഴാറുണ്ട്. മരുഭൂമിയുടെ വരൾച്ചയും ഹിമാലയത്തിന്റെ തണുപ്പും ഇവിടെ ഒന്നിച്ചനുഭവിക്കാം. ലാങ്സയിലെ ബുദ്ധനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോയത് മോട്ടോർ വാഹനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നായ കോമിക് ഗ്രാമത്തിലേക്കാണ്. അതെ, വൺ ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ വില്ലേജസ്, കോമിക്. നനുത്ത മേഘങ്ങളും മഞ്ഞു പുതച്ച മലനിരകളും വേർതിരിച്ചറിയാത്ത വിധത്തിൽ പ്രകൃതി ഒരുക്കിയ അപൂർവ കാഴ്ചകൾ. ഇവയുടെ ഭംഗി വർണ്ണനാതീതമാണ്. കോമിക്കിലേക്കുള്ള യാത്രാമധ്യേ തൊട്ടടുത്ത് കണ്ട മഞ്ഞുമല ഞങ്ങളിൽ കൗതുകമുണർത്തി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോമിക് വില്ലേജിലെത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 4587 മീറ്റർ, അതായത് 15000 അടി ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധ സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനമുള്ള ഗ്രാമങ്ങളാണ് ഇവിടെ ഏറെയും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഇതാണ് ഹിക്കിം വില്ലേജ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് നിലകൊള്ളുന്ന പ്രദേശം. പോസ്റ്റ് ബോക്സിന്റെ ആകൃതിയിൽ ഇവിടെ കാണുന്നതാണ് ഹിക്കിമിലെ പോസ്റ്റ് ഓഫീസ്. ഇതിന്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ ചറപറ പോസ്റ്റ് കാർഡുകൾ വാങ്ങിക്കൂട്ടി. അവിടെ നിന്നും ഇരുന്നുമൊക്കെ അതിൽ എഴുതി നിറച്ചു. പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിലാസം സംഘടിപ്പിച്ച് അവർക്ക് ഈ പോസ്റ്റ് കാർഡുകൾ അയച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ അയച്ച കത്തുകൾ അവരെ തേടിയെത്തുന്നത് ഓർത്ത് അഭിമാനം കൊണ്ടു. സ്പിറ്റി വാലിയുടെ മറ്റൊരു അഭിമാനമാണിത്, ചിച്ചം ബ്രിഡ്ജ്. ചിച്ചം വില്ലേജിനെ കിബ്ബർ വില്ലേജുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. മോട്ടോർ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള പാലം എന്ന വിശേഷണം ചിച്ചം ബ്രിഡ്ജിന് സ്വന്തം. ഏകദേശം 15 വർഷത്തോളം എടുത്തിട്ടാണ് ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഹിമാലയ സാനുക്കളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഗ്രാമങ്ങളും ഇവിടുത്തെ ജനങ്ങളും എന്നും മനസ്സിലുണ്ടാകും. ഇവരുടെ ലളിത ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനും ഇവരുടെ സംസ്കാരം അടുത്തറിയാനും സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായിരുന്നു. ഒരു ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ രാത്രിയോടെ ഞങ്ങൾ തിരികെ ഷിംലയിലെത്തി. രാത്രി അവിടെ തങ്ങി പിറ്റേന്ന് ജക്കു മന്ദിർ സന്ദർശിച്ചു. വൈകുന്നേരത്തോടെ കൽക്ക വഴി ചണ്ഡീഗഡിലേക്ക്. ചണ്ഡീഗഡിൽ നിന്ന് ട്രെയിൻ മാർഗം ഡൽഹിയിലെത്തി. അവിടെ നിന്ന് മെയ് 14 ഞങ്ങൾ കൊച്ചിയിൽ തിരിച്ചെത്തി. ഈ യാത്രാ സംഘത്തിലെ ഒരാളെ പ്രത്യേകം പരാമർശിക്കുന്നു. കാതു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഖദീജ ടീച്ചറെ. നന്ദി കാതു, ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്.